ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ് സെക്ടർ 36. കാരണം പടം കണ്ടു കഴിഞ്ഞിട്ടും ചില കാര്യങ്ങൾ മനസ്സിനെ ശരിക്കും ഹോണ്ട് ചെയ്യുന്ന പോലത്തെ ഒരു ഫീൽ ആയിരുന്നു. 2006 നോയിഡയിൽ നടന്ന സെക്ടർ 31 നടന്ന ഒരു സീരിയൽ കില്ലിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സിനിമയുടെ ആ ഒരു പ്ലോട്ട്. എൻ്റെ റിയൽ ഇൻസിഡന്റിൽ നിന്നും കുറച്ച് വ്യത്യാസപ്പെടുത്തിയാണ് ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. സെക്ടർ 31 എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന കുറച്ച് സീരിയൽ കില്ലിങ്സും കുട്ടികളുടെ ചില കിഡ്നാപ്പിങ്സും ഒക്കെ ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ആൻഡ് പടത്തിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വിക്രാന്ത് മസ്സയുടെ ഒരു പെർഫോമൻസ് ആണ്. ശരിക്കും പടം തുടങ്ങി ആദ്യത്തെ ഒരു 5 മിനിറ്റിൽ ആ ക്യാരക്ടർ എന്താണെന്ന് കാണിക്കുന്നുണ്ട്. അത് ശരിക്കും ഈ അടുത്ത കാലത്ത് ശരിക്കും കണ്ട ഒരു അത്രയും ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു ഇൻട്രോ ആണ്. എൻ്റെ പിന്നീടുള്ള മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പിന്നിലുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സീരിയൽ കില്ലർ അല്ലെങ്കിൽ ഒരു സൈക്കോ ആയിട്ടുള്ള ഒരു കില്ലറിന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനുള്ളത്. ആൻഡ് ഇതിലത് പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും ഇതിൽ ഏറ്റവും അധികം പെർഫോമൻസ് വൈസ് ആൾ ഞെട്ടിച്ച ഒരു സീക്വൻസ് ആയിരുന്നു. ഇതിലൊരു ഇന്ററോഗേഷൻ സീക്വൻസ് ഉണ്ട്. പടത്തിന്റെ ആ ഒരു മിഡിൽ ആ ഒരു പോർഷനിലായിട്ടാണ് ആ ഒരു ഭാഗം വന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ച ഒരു ഭാഗം തന്നെയാണ്. മൂപ്പരുടെ ആ ഒരു മാനറിസംസും അത്രത്തോളം ഇറിറ്റേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഈ ആ ഇന്ററോഗേഷനിൽ എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത് അന്ന പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് വളരെ സിമ്പിൾ ആയിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്ക് ശരിക്കും എന്തൊരു മനസ്സ് മരവിച്ച ഒരു അവസ്ഥയാവും ശരിക്കും ഇതിലത്തെ പല കാര്യങ്ങളും അങ്ങനെ കേട്ടു പോകുമ്പോൾ. ആൻഡ് നമുക്കറിയാം നമ്മുടെ നാട്ടിലത്തെ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ സിസ്റ്റത്തിനെ അങ്ങനെ വിലക്കെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്തൊക്കെ ഇഷ്യൂസ് വന്നാൽ അവർ അതിൽ നിന്നെല്ലാം ഊരിപ്പോകും എന്നൊക്കെ പറയുന്ന ഒരു സംഭവം തന്നെയാണ് ഇതിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ആൻഡ് ക്ലൈമാക്സ് ഓൾസോ വെരി മച്ച് ഹോണ്ടിങ്, അല്ലെങ്കിൽ എത്രത്തോളം ഒരു ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്തിട്ടുള്ള ഒരു മൂവി എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് എടുത്തു പറയേണ്ട വിക്രം മാസിയാണ് ആ മൊത്തത്തിലുള്ള സിനിമയുടെ ആ ഒരു ടോട്ടൽ ആ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത്. അതിന് മറ്റുള്ള സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ആയാലും ശരി, അതായത് ഇൻസ്പെക്ടറിന്റെ ക്യാരക്ടർ ചെയ്തിട്ടുള്ള അദ്ദേഹം ആയാലും ശരി, മറ്റുള്ള എല്ലാ ആക്ടേഴ്സും അവരവരുടെ റോളുകളിൽ ശരിക്കും റിയൽ സംഭവത്തെ അത്രത്തോളം ഒരു നമ്മൾ നേരിട്ട് നമ്മളിപ്പോൾ പേപ്പറിലൂടെ വായിക്കുന്നത് പോലെ എന്തൊക്കെയായിരുന്നു ഈ കേസിൽ നടന്നിട്ടുള്ളത് എന്നെല്ലാം ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് കാണിച്ചു പോകുന്നത്. അതിൻ്റെ ഇടയിൽ വരുന്ന പോലീസ് ഓഫീസേഴ്സ് ആയാലും, അല്ലെങ്കിൽ അതിനനുസരിച്ച് ആ സിസ്റ്റത്തിനെ വിലക്കി വാങ്ങുന്ന ആൾക്കാർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ തന്നെയാണ്. എന്തായാലും ഇങ്ങനത്തെ ഒരു ജോണർ, കാരണം റിയൽ ആയിട്ട് നടന്ന ഒരു സംഭവത്തെ ബേസ് ചെയ്തിട്ടുള്ള മൂവീസ് കാണാൻ താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുനോക്കാൻ. 12th ഫെയിലിലെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ പോർട്രേ ചെയ്തിട്ട് വിക്രാന്ത് മസ്സെ കഴിഞ്ഞ കൊല്ലം നമ്മളെ ഞെട്ടിച്ചതാണ്. ആൻഡ് ഈ സിനിമ ശരിക്കും അതിന് മുന്നേ അനൗൺസ് ചെയ്തതായിരുന്നു. ആൻഡ് അതിന് ശേഷമാണ്, ആ ടൈമിലാണ് ഇതിന്റെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന സമയത്തായിരുന്നു 12th ഫെയിൽ റിലീസൊക്കെ ആയത്. ആൻഡ് ഇതിലേക്ക് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് ഓപ്പോസിറ്റ് പോൾസിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് തന്നെയാണ്. മൂപ്പരുടെ ആ ഒരു മൈൻഡ് സെറ്റ് എന്താണെന്നുള്ളത് പടത്തിന്റെ തുടക്കത്തിൽ ഇങ്ങനെ പറഞ്ഞ് പടത്തിന്റെ ടൈറ്റിൽ കാണിക്കുമ്പോൾ വരെ നമുക്ക് കത്തുന്നുണ്ട്. ആൻഡ് ചില സീനുകളിലൊക്കെ നമുക്ക് യാതൊരു ഇമോഷനും ഇല്ലാണ്ട് ഇങ്ങനെയൊക്കെ നടന്ന സംഭവത്തെ കുറിച്ചിട്ട് നമുക്ക് കരയണോ അതോ ദേഷ്യപ്പെടണോ എന്നറിയാത്ത ഒരു പെർട്ടിക്കുലർ ഒരു മിക്സ്ഡ് ഇമോഷൻസിലൂടെയാണ് സിനിമ നമ്മളെ കൊണ്ടുപോയിട്ടുള്ളത്. ആൻഡ് എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. ഇങ്ങനത്തെ ഒരു സംഭവത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവി താല്പര്യമുള്ള ആൾക്കാർ എന്തായാലും കണ്ടു നോക്കുക. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവർ എന്തായാലും കണ്ടു നോക്കുക.